ടാറ്റേൻ്റെ സർവീസ് എങ്ങനെയാണ് എന്നുള്ളതാണ് അധികം ആളുകളും ചോദിക്കുന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണ്, അതുപോലെ ടാറ്റ ഇത്രയും കാലം ഓടിച്ച സമയത്ത് നിങ്ങൾ വഴിക്കായിട്ടുണ്ടോ, ഇതെല്ലാം ആളുകൾ പൊതുവെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമസ്കാരം. ടാറ്റ സഫാരിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വേറൊന്നല്ല, ഇപ്പോൾ പുതിയ പെട്രോൾ എഞ്ചിൻ ടാറ്റ സഫാരി ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് അതുപോലെ തന്നെ ഫോൺ വിളിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം. ഞാൻ 2021 മെയ് മാസമാണ് ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഏകദേശം 4.5 വർഷം കഴിഞ്ഞു. ഈ 4.5 വർഷം കൊണ്ട് 1,00,000 കിലോമീറ്റർ എത്താൻ പോവാണ് വണ്ടി. അതായത് ഇപ്പോൾ 98,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഈ 1,00,000 കിലോമീറ്ററിൻ്റെ ഉള്ളതും അതുപോലെ തന്നെ എന്താണ് 4.5 വർഷത്തെ എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ സ്വദേശിയാണ്. ഈ വണ്ടി ഞാൻ എടുക്കാനുണ്ടായിരുന്ന മെയിൻ കാരണം വേറൊന്നല്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി എന്നുണ്ടെങ്കിൽ സിയാസ് ആയിരുന്നു, മാരുതി സുസുക്കിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഹാരിയറിൻ്റെ എപ്പോഴാണോ 7 സീറ്റർ വണ്ടി ഇറങ്ങുന്നത് ആ സമയത്ത് 7 സീറ്റർ എടുക്കണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. കാരണം കുട്ടികൾ വലുതാവുന്നു, യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് അച്ഛനും അമ്മയും ഞാനും വൈഫും കുട്ടികളെല്ലാം കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സിയാസ് പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആയി. അങ്ങനെയാണ് ഞാൻ 7 സീറ്റർ വണ്ടി എന്നുള്ള കാര്യം ചിന്തിക്കാൻ. അപ്പോഴാണ് ആ സമയത്ത് ടാറ്റ സഫാരി എന്നുള്ള പേരിൽ ഈ ഒരു 7 സീറ്റർ വണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കണം എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും അതിന് തന്നെ അത്രയൊരു പൈസ മുടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ആ സെയിം 7 സീറ്റർ വരുന്ന ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് വണ്ടികൾ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അതിൽ ഒന്ന് ഇന്നോവയാണ്. അതുപോലെ തന്നെ MG ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല, പക്ഷെ എന്ത് ചെയ്തു, അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് എന്താ ഇത് തോന്നിയില്ല. പക്ഷേ ഇന്നോവ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് അതിനുശേഷമാണ് ഞാൻ ഈ വണ്ടി കാണാൻ വേണ്ടി പോയത്. കണ്ടതിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്നുണ്ടെങ്കിൽ ഇതിൽ ആ പൈസ കൊടുക്കുന്ന സമയത്ത് വണ്ടീൻ്റെ അകത്ത് കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫെസിലിറ്റികൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കണ്ണൂർ KBR എന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. കണ്ണൂരിൽ നിന്ന് പയ്യാമ്പലം ബീച്ച് റോഡിലേക്ക് പോയിട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുണ്ടെങ്കിൽ ആ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല ഹമ്പുകൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള കുറച്ച് ഹംസ് ഉണ്ട്. നല്ല ശരിക്കും വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അറിയും. അങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പിന്നീട് കുറച്ച് ദൂരം ഓടിച്ചു. അന്ന് എനിക്ക് ഓടിക്കാൻ തന്ന വണ്ടി ഓട്ടോമാറ്റിക്കാണ്. പക്ഷെ എനിക്ക് മാനുവൽ ആണ് ഓടിക്കാൻ താല്പര്യം. അതുകൊണ്ട് തന്നെ മാനുവലാണ് ഞാൻ ആ സമയത്ത് എടുത്ത സമയത്ത് എത്ര 1 മാസം 2 മാസം ഇങ്ങനെ ബുക്കിംഗ് ടൈം അങ്ങനെ ഉണ്ടായിരുന്നു. സൺറൂഫും മാനുവലുള്ള വണ്ടിയാണ് അന്ന് ഞാൻ എടുത്തത്. പിന്നീട് വണ്ടി എടുത്ത് ആ കൊറോണ സമയം ആയതുകൊണ്ട് കാര്യമായിട്ട് ആ സമയങ്ങളിലൊന്നും ഓടാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഈ അതായത് 4.5 വർഷം കൊണ്ട് 1,00,000 അടുത്ത് കിലോമീറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടോ ഓടുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ക്ലച്ചും ഭയങ്കര ഹാർഡെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ പല ആൾക്കാർ തന്നെ ടാറ്റ സഫാരി എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം ഞാൻ പറയാൻ പറ്റില്ല. അതായത് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കും. കാരണം ഒരു 50 വയസ്സിൻ്റെ മേലോട്ടുള്ള ആളാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഒരു കാരണവശാലും മാനുവലിലേക്ക് വരണ്ട, ഓട്ടോമാറ്റിക് എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഈ ക്ലച്ചിന് ടൈറ്റുള്ളതുകൊണ്ട് ചിലപ്പോൾ മുട്ടുവേദന വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്പം ഇറങ്ങുന്ന വണ്ടിക്ക് അത്ര ഇല്ലാന്ന് തോന്നുന്നു, അത്ര ഹാർഡില്ലാന്ന് തോന്നുന്നു. ഞാൻ എടുത്ത എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. അപ്പം പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വണ്ടി നമ്മൾ പ്രത്യേകിച്ച് സ്പോർട്സ് മോഡിൽ നമ്മൾ വളരെ അപൂർവം ഇടാറുള്ളൂ. എന്നാലും അത് ഓരോ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തെല്ലാം അത് ഉപയോഗിക്കാറ്. കാരണം സ്പോർട്സ് മോഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മൈലേജ് കുറയും. യാത്രയ്ക്ക് ഓടിക്കാൻ നല്ല സുഖം ഉണ്ടെന്നെങ്കിലും മൈലേജ് കുറയും. പക്ഷെ പെട്ടെന്ന് കാല് കൊടുത്ത് കയറുമ്പോൾ വണ്ടിക്ക് ഇടതുവശത്തേക്ക് ഒരു കുതിപ്പുണ്ട്. അതായത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇടതുവശത്തേക്ക് കയറി പോകുന്ന സമയത്ത് അത് കുറച്ചൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫീഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് എത്ര 70,000 കിലോമീറ്ററിൽ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 1,00,000 കിലോമീറ്ററിലാണ് അത് മാറേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ പുതിയൊരു സർക്കുലർ ടാറ്റ ഇറക്കിയതിൻ്റെ ഭാഗമായിട്ട് 70,000 കിലോമീറ്ററിൽ
അത് മാറണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ എൻ്റെ വണ്ടി 75-80 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അത് മാറി. അത് മാറിയതിന് ശേഷം അതിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് സ്റ്റിയറിംഗ് കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇടതുവശത്തേക്ക് കയറുന്നതിൽ ആ ഒരു അതും കുറച്ച് നല്ല രീതിയിലില്ല, കുറച്ചൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഈ വണ്ടിക്ക് എന്താണത്, നല്ല യാത്രാസുഖമുള്ളൊരു വണ്ടിയാണ്. നമുക്ക് എത്ര ദൂരം വണ്ടി ഓടിച്ചാലും അതുപോലെ തന്നെ വണ്ടിയിൽ ഇരുന്നാലും ഓടിക്കുന്ന ആൾക്കും ക്ഷീണമില്ല, അതുപോലെ തന്നെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കും ക്ഷീണമില്ല. ഞാൻ ഒരു ഇരിപ്പിന് 1470 കിലോമീറ്റർ വരെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അത് നിർത്താണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാനും അല്ലാതെ നിർത്താണ്ട് ഞാൻ 1470 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ ഓടിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് രാവിലെ വീണ്ടും വണ്ടി എടുത്തിട്ട് 1000 കിലോമീറ്ററിൻ്റെ അടുത്ത് വീണ്ടും ഓടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കൂടെ വരുന്ന ആളുകൾക്കും അതിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോങ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണ് ശരിക്കും നമ്മൾ അങ്ങനെയുള്ള യാത്രയിലാണ് മൈലേജ് ശരിക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കമ്പനി പറയുന്നത് 16.4 ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടിക്ക് മൈലേജ് പറയുന്നത്. ആ ഓട്ടത്തിൽ, അങ്ങനെയുള്ള ഓട്ടത്തിൽ എനിക്ക് എന്താണത് 17.8 വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഹൈവേ കൂടെ ചെറിയൊരു ദൂരം 10, 200, 300 കിലോമീറ്റർ നോക്കിയിട്ടില്ല, ഞാൻ ടോട്ടലാണ് ഞാൻ പറയുന്നത്. അതിൽ എന്താണത് സിറ്റീസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ചുരങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ഹൈവേ ഉണ്ട്. ആ രീതിയിൽ വരുന്ന സമയത്ത് ആ ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൈലേജ് കിട്ടുന്ന സമയത്ത് അന്ന് ആ ഡൽഹിയിലേക്കായിരുന്നു ആ ഓട്ടം പോയത്. നാഗ്പൂരായിരുന്നു ഞാൻ ഫസ്റ്റ് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് മട്ടന്നൂരിൽ നിന്ന് നാഗ്പൂര സ്റ്റേ ചെയ്തത് ഫസ്റ്റ് ദിവസം. അങ്ങനെയുള്ള അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇഷ്ടംമാതിരി ചുരങ്ങളുണ്ട്. അപ്പോൾ അതിന് പക്ഷേ ഞാനും വൈഫും 2 കുട്ടികളാണ്. അപ്പോൾ മൂത്ത ആൾക്ക് അന്ന് 12 വയസ്സ് 13 വയസ്സാണ്. രണ്ടാമത്തെ ആള് അതിനേക്കാൾ ഒരു 2.5 വയസ്സ് കുറവും. അപ്പം പിന്നെ അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 17.8 മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസം, അതായത് ഇതിപ്പോൾ ഡിസംബർ ആണ്, ഇത് 2025 ഡിസംബർ ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം 12-ാം തീയതി നവംബർ 12-ന് ഞാൻ രാജസ്ഥാനിൽ ബിൽവാര എന്ന സ്ഥലത്തേക്ക് ഞാനൊരു 6 ഫ്രണ്ട്സുമായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉള്ള മൈലേജ് എന്നൊരു ആവറേജ് മൈലേജ്, അത് 6 ആൾക്കാരുണ്ട്, വലിയ ആളുകളാണ് 6 ആൾക്കാർ. അവര് ഞങ്ങൾക്ക് ഒരു 4-5 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലഗേജ് ഉണ്ടായിരുന്നു. അത്രയും ഞങ്ങൾ പോയിട്ട് വന്നിട്ട് പോലും എനിക്ക് 16.8 മൈലേജ്, 16.8 അല്ലെങ്കിൽ 17 ആ രീതിയിലുള്ള മൈലേജ് അങ്ങനെ ആ സമയത്ത് പോലും, ഈ കഴിഞ്ഞ സമയത്ത് പോലും കിട്ടിയിട്ടുണ്ട്. അപ്പം മൈലേജിന്റെ കാര്യത്തിൽ ആള് എന്താണ് ഞാൻ പറയും സൂപ്പറാന്ന് പറയും. പക്ഷെ നമുക്ക് ലോക്കൽ ഓട്ടത്തിന് ഇവിടെയുള്ള അങ്ങനെയുള്ള ലോക്കൽ ഓട്ടത്തിന് നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 14, 13.5 ആ ഒരു റേഞ്ചിൽ ടാങ്ക് ടു ടാങ്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ മൈലേജ് എല്ലാം ഇതിൽ മീറ്ററിൽ കാണിക്കുന്നതല്ല, ടാങ്ക് ടു ടാങ്ക് ആയിട്ടുള്ള മൈലേജാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ ഞാൻ അടിക്കുന്ന എണ്ണ എന്നുണ്ടെങ്കിൽ നൈര അതല്ലാന്നെങ്കിൽ ജീവന്റെ എണ്ണം മാത്രമാണ് പൊതുവെ അടിക്കാറ്. ബാക്കിയുള്ളത് അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ റെയറായിട്ട് മാത്രമേ അടിക്കാറുള്ളൂ, വളരെ അപൂർവമായിട്ട്. ചിലപ്പോൾ വേറെ എണ്ണ കിട്ടാത്തതിൻ്റെ പേരിൽ 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ എന്നുള്ള രീതിയിൽ അടിക്കാറുള്ളൂ. അല്ലാതെ ഈ ഒരു എണ്ണ തന്നെയാണ് ഞാൻ മാക്സിമം ഉപയോഗിക്കാറ്. അതെല്ലാം ചിലപ്പോൾ മൈലേജിന് കാരണം ആയേക്കാം. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് എന്താണ് ടയർ മൈലേജ്. അതായത് ഇത് 18 സൈസാണ്, അതായത് 235 18 60 ഇതിൽ ടയർ സൈസ് വരുന്നത്. അപ്പോൾ ടയർ എനിക്ക് 97,000 കിലോമീറ്റർ മൈലേജ് കിട്ടി. മൈലേജ് കിട്ടാണെങ്കിൽ ശരിക്കും 1 ലക്ഷത്തിൻ്റെ മേലെ ഓടാനുള്ള ഒരു 5-8,000 കിലോമീറ്റർ ഇനി ഓടാനുണ്ട് ടയർ. പക്ഷെ ഞാൻ എന്തെങ്കിലും മാറ്റി, കാരണം അത്യാവശ്യം ലോങ് റൂട്ടെല്ലാം പോകുന്നതുകൊണ്ട് അത് മാറ്റാൻ കാരണം പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഇവിടെ രാജസ്ഥാനിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ടയറിൽ തന്നെ, ബാക്കിലുള്ള റൈറ്റ് സൈഡിലുള്ള ഒരു ടയറിൽ തന്നെ 3 പ്രാവശ്യം പഞ്ചറായി. അത് അണി കയറിയിട്ടാണെങ്കിലും എങ്ങനെയാണ് ശരി, പഞ്ചറായ സമയത്ത് പിന്നീട് ടയർ നാട്ടിൽ എത്തിയ ഉടനെ തന്നെ ഞാൻ ടയർ മാറ്റുകയാണ് ചെയ്തത്. ടയറിന്റെ വില വരുന്നത് എനിക്കൊന്ന് ഈ ഒരു ടയറിന്റെ വില നിലവിലുള്ളത് അത്ര 14,000-15,000 രൂപ അങ്ങനെയാണ് ടയറിന്റെ വില വരുന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിൽ ജെകെയിലേക്ക് മാറി. ജെകെയിലേക്ക് മാറിയ സമയത്ത് 9,350 9,400 രൂപയുടെ ഒതുങ്ങുന്ന രീതിയിൽ ടയർ കിട്ടി. അപ്പം ജെകെ ഇന്ത്യൻ കമ്പനിയും കൂടിയാണ്. അപ്പം അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാൻ അത് എടുത്തത്. പല ആൾക്കാരും പല അഭിപ്രായം ജെകെനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും
ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചു. ഇതിനെന്ത് മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു ചെക്ക് ചെയ്യാന്ന് വെച്ചു. ഓടിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ടയർ മാറിയിട്ട് ഇപ്പോൾ വലിയ ദൂരം ഓടിയിട്ടില്ല. ഓക്കെ. കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ടയർ എന്നുണ്ടെങ്കിൽ ബ്രിഡ്സ്റ്റോൺ ആണ്. ബ്രിഡ്സ്റ്റോണിലെ നല്ല വലിയൊരു ടയറാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് മൈലേജ് എന്നുള്ള കാര്യം നോക്കട്ടെ. എന്തായാലും പുതിയ വണ്ടി ഇറങ്ങുന്ന സമയത്തുള്ള ആ മൈലേജ് ഒരു പക്ഷേ കിട്ടില്ല എന്നെങ്കിലും ഒരു 70,000, 75,000, 80,000 കിട്ടിയാൽ തന്നെ അത് ഒരു എന്താണ് നമുക്ക് മുടക്കിയ പൈസക്കുള്ള മുതലായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ടയർ വില വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാറ്റൻ്റെ സർവീസിനെ പറ്റിയിട്ടാണ്. സർവീസിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് എനിക്ക് മെയിനായിട്ട് വേറെ കാര്യം പറയാനുള്ളത് ഈ വണ്ടിക്കുള്ള കംപ്ലൈന്റ് ആണ്. എന്താണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്? ഓക്കെ. അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചതിൽ എനിക്ക് വന്നിട്ടുള്ള, അതായത് സാധാരണ സർവീസ് ചെയ്യുന്നത് ഒരു സർവീസ് വരുന്നത് 7,500 കിലോമീറ്റർ കൂടുന്ന സമയത്ത് മൈനറായിട്ടുള്ള ചെക്കപ്പും മെയിനായിട്ട് സർവീസ് 15,000 കിലോമീറ്റർ വരുന്ന സമയത്തുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ അതിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ 7,500 കിലോമീറ്ററിൻ്റെ നമുക്ക് വരുന്നത് എന്നെങ്കിൽ ഒരു 3,500 രൂപ മുതൽ ഒരു 4,500 രൂപയാണ് വരെയാണ് വരുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു 1,000 രൂപ അഡീഷണൽ ആയിട്ട് വന്നു. അത് AC വെന്റ് ക്ലീനിങ് അതിൽ ഉൾപ്പെട്ടുകൊണ്ടാണ്. അതിൽ തന്നെ എന്തുണ്ട്, ഡഫും കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. കാരണം BS6 വണ്ടികൾക്ക് ഇപ്പോൾ പുകമലിനീകരണത്തിന്റെ ഭാഗമായിട്ട് ഡഫ് ഒഴിക്കുന്നതിന് നമുക്ക് ഇതിന്റെ ടാങ്ക് 15 ലിറ്ററാണ് ഇതിന്റെ ടാങ്ക്. അപ്പോൾ 7,500 കിലോമീറ്റർ കൂടുന്ന സമയത്ത് 10 ലിറ്റർ എന്തായാലും ഫില്ല് ചെയ്യേണ്ടി വരും സർവീസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് അത്ര ഒരു 1,150 രൂപേൻ്റെ അടുത്ത് ഏകദേശം അതിന് തന്നെ പിന്നെ ഇത് വരും. അപ്പോൾ ഒരു 3,000, 3,500 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് 7,500 കിലോമീറ്ററിന്റെ സർവീസ് ഇതായി നിൽക്കുന്നുണ്ട്. പിന്നെ 15,000 കിലോമീറ്ററിന്റെ സർവീസിന് ആവറേജ് ഒരു 15,000 രൂപ മുതൽ 18,000 രൂപ വരെ ഏകദേശം ആവറേജ്. അതിന്റെ മേലോട്ട് പോകാറില്ല. പിന്നെ അതിന്റെ മേലോട്ട് പോകുന്ന സമയത്ത് എന്ത് വരും, ഇതിന്റെ ബ്രേക്ക് പാഡ് മാറുന്നുണ്ട്. ഇത് 4 ഡിസ്ക് ബ്രേക്ക് ആണല്ലോ. അപ്പോൾ എന്തുണ്ട്, പിന്നെ ബ്രേക്ക് പാഡ് മാറുന്നുണ്ടെങ്കിൽ എല്ലാം ആ ഒരു രീതിയിലുള്ള എമൗണ്ട് വരുന്നുള്ളൂ. പിന്നെ മറ്റേ അന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അന്ന് ഫീഡ് കിറ്റ് മാറ്റിയ സമയത്ത് അതിനൊരു 15,000 രൂപ അങ്ങനെ ആ സമയത്തും എക്സ്ട്രാ ആയിട്ടൊരു ചെലവ് വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇതിന് വന്നുള്ള കംപ്ലൈന്റ് എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബ്രേക്ക് ഒരു പ്രാവശ്യം പോയി, അതിനൊരു 3,000 രൂപ അതിന് ചിലവായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഹീറ്റർ പ്ലഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓടിക്കാം. പക്ഷെ അതിന്റെ വാർണിംഗ് ലൈറ്റ് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അപ്പോൾ അതിനൊരെണ്ണത്തിന് വരുന്നത് 2,000 രൂപയാണ്. അങ്ങനെ 2 പ്രാവശ്യം ഹീറ്റർ പ്ലഗ് മാറിയതും ഒരു പ്രാവശ്യം ഹാൻഡ് ബ്രേക്ക് മാറിയതും. അതുപോലെ തന്നെ ഡഫിന്റെ ഒരു സിഗ്നൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡഫിന്റെ സിഗ്നൽ എന്നുണ്ടെങ്കിൽ അതിൽ ഡഫിലേക്ക് പോകുന്ന കേബിളിൽ എന്തോ പായൽ പിന്നെ ഫംഗസോ കാര്യങ്ങളോ എന്തുണ്ട് ഭാഗമായിട്ട് അതിനൊരു 900 രൂപ. അങ്ങനെ മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8,000 രൂപ താഴെയാണ് ഈ 1,00,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പൈസ ഇതിന് ചിലവായിട്ടുള്ളൂ, സർവീസ് കൂടാതെ. ഓക്കെ. പിന്നെ മെയിനായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ടാറ്റന്റെ സർവീസ് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഞാൻ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസാണ് ടാറ്റയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം ആണെങ്കിൽ കണ്ണൂർ KVR ആണ്. ഞാനൊരു കാരണവശാലും അവർ പ്രൊമോട്ട് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇന്നേ വരെ എന്താണ് സർവീസ് ഇഷ്യൂ സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ എനിക്ക് നേരിട്ടിട്ടില്ല. എന്നെ പറഞ്ഞതിനെക്കാട്ടിലും അവർ നേരത്തെയാണ് എനിക്ക് വണ്ടി തന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം മാത്രം എന്തുണ്ട്, ഈ വണ്ടി കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മഴയത്താന്ന് തോന്നുന്നു വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ തമിഴ്നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എലി കയറിയിട്ട് ഇതിന്റെ വയറിംഗ് സിസ്റ്റം കംപ്ലൈന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ പഴയ മാതിരിയല്ല, പണ്ടെല്ലാം എന്നുണ്ടെങ്കിൽ അതെല്ലാം ജോയിന്റ് അടിക്കലും കാര്യങ്ങളിലായിരുന്നു. പക്ഷെ ഇതിന് അവരെന്ത് ചെയ്യുന്നത്, അതിന്റെ വയറിംഗ് കിറ്റ് മൊത്തം മാറ്റി തരുന്നത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അതിന്റെ പാർട്സ് ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസമോ 25 ദിവസം അങ്ങനെ ഷോറൂമിൽ വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സർവീസ് മോശമാണെന്നോ അല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നോ അങ്ങനത്തെ ഒരു സംഭവം എന്നെ സംബന്ധിച്ചോളം വന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം പിന്നെ ഉദയപൂർ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതിന്റെ എഞ്ചിനിന്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ശബ്ദം വന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടാറ്റ എൻ്റെ ആൾക്കാരോട് നല്ല സപ്പോർട്ടാണ് അവർ. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു, അവരെ ഞാൻ വിളിച്ചു. അതിൽ വിജേഷ് എന്നാണ് മെക്കാനിക്. ഈ വണ്ടി സ്ഥിരമായിട്ട് എടുക്കുന്ന പേരാണ് വിജേഷ്. ആള് പാനൂരുള്ള ആളാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, വിജേഷ് എങ്ങനെ, വിജേഷോട് ലോങ് പോകുന്ന സമയത്ത് ഞാൻ വിജേഷ് അടുത്ത് നിന്ന് വണ്ടി കാണിക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ. അപ്പോൾ വിജേഷ് പറയാറുണ്ട്, അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ശബ്ദം കേട്ട സമയത്ത് വിജേഷിനെ വിളിച്ചു. അതിന്റെ ശബ്ദം ഫോണിൽ കൂടെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ബോണറ്റ് തുറന്ന് അതിന്റെ ലൈറ്റ് ഇട്ട് മൊബൈലിൽ ടോർച്ച് തെളിയിച്ചിട്ട് അതിന് കാണിച്ചു കൊടുത്ത് അതിന്റെ
എന്താ വേണ്ടത്, ഇത് സൗണ്ടും കൂടെ കേട്ട സമയത്ത് വിജേഷ് പറഞ്ഞു അത് AC പുള്ളി പോയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, AC ഓഫ് ചെയ്തിട്ട് ഓടിച്ച് വന്നോളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതെല്ലാം എന്താ വാറണ്ടിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ പൈസയും കാര്യങ്ങളൊന്നും ആയില്ല. അത് പിന്നെ മാറി, അതെനിക്ക് തോന്നുന്നത് 80,000 കിലോമീറ്ററോ 75,000 കിലോമീറ്ററോ ആയ സമയത്താണെന്ന് തോന്നുന്നു അത് സംഭവിച്ചത്. അപ്പോൾ പിന്നെ അതും ഞാൻ മംഗലാപുരം എത്താറാവുന്ന സമയത്താണ്. അതുകൊണ്ട് വേറെ AC ഇടാതെ സന്ധ്യക്കല്ല രാത്രി കുറച്ച് സമയം AC ഇടാതെ ഓടേണ്ടി വന്നു എന്നുള്ളതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ സർവീസിനെ പറ്റിയിട്ട് ആ രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു വണ്ടി എടുത്തിട്ട് എന്താണ് വഴിക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യം. വഴിക്കായിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം എന്താണെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഈ വണ്ടി എടുത്തിട്ട് പിന്നെ ഈ ഒരു ടയർ തന്നെ 3 പ്രാവശ്യം പഞ്ചറായിട്ടുണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ. അതായത് ഒറ്റ ട്രിപ്പ് എന്നുണ്ടെങ്കിൽ 4 ദിവസത്തെ ട്രിപ്പിൽ. ആ സമയത്ത് നമ്മൾ കുറച്ചു നേരം വഴി കിടന്നു ടയർ മാറ്റുക അല്ലെ എന്നല്ലാതെ വേറെ അതല്ലാതെ അത് ഇടയ്ക്ക് ഒരു 3-4 പഞ്ചർ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടാവും. അതല്ലാതെ വേറൊരു രീതിയിൽ എന്താണ് വണ്ടിക്ക് കംപ്ലൈന്റ് ആയിട്ട് ഇന്നേവരെ സൈഡായിട്ട് എവിടെയും കിടന്നിട്ടില്ല. ഇനിയിപ്പോ നാളത്തെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം ഞാനിപ്പോ ഈ മാസവും പിന്നെ എനിക്ക് ഒരു രാജസ്ഥാൻ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തണുപ്പായതുകൊണ്ട് ഇപ്പോഴത്തെ തണുപ്പ് കുറച്ച് കൂടുതൽ ആയതുകൊണ്ടാണ് ഈ മാസം പോകുന്നില്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത മാസം അടുത്ത മാസം തണുപ്പ് കൂടുതലാണെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം തണുപ്പ് കുറവാണെങ്കിൽ അടുത്ത മാസം പോകും, അല്ല അതിൻ്റെ പിറ്റത്തെ മാസം എന്തായാലും രാജസ്ഥാനിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ടോട്ടലായിട്ട് മൊത്തത്തിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഈ ടാറ്റ സഫാരിനെ പറ്റിയിട്ട് എന്നോട് അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ കുറെയെല്ലാം ഓരോരുത്തരും വണ്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വരും. ഇപ്പോൾ എൻ്റെ ടയർ മൈലേജും അതുപോലെ തന്നെ ബ്രേക്ക് പാഡും തീരാത്തതിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങൾ ഓടിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലും കൊണ്ട് ഒരു രീതിക്ക് അനുസരിച്ച് അതുകൊണ്ടായിരിക്കും അങ്ങനെ കിട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ചില ആൾക്കാർ എന്താ 15,000 കിലോമീറ്ററിലും 10,000 കിലോമീറ്ററിലും 20,000 കിലോമീറ്ററിലും ബ്രേക്ക് പാഡ് ഫ്രണ്ടിലേത്തെ മാറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ അതങ്ങനെ റഫായിട്ട് അങ്ങനെയെല്ലാം ഓടി കുത്തിച്ചെല്ലാം ചവിട്ടി ഇതെല്ലാം എടുക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർക്ക് മൈലേജ് കിട്ടാത്തതും. അതുപോലെ തന്നെ അതായത് ഡീസൽ മൈലേജും അതുപോലെ തന്നെ ടയർ മൈലേജും ഈ പറയുന്ന ബ്രേക്ക് പാഡിനൊന്നും മൈലേജ് കിട്ടാത്തതും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നമുക്ക് വിശ്വസിച്ചെടുക്കാം.